ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറും അതേപോലെ തന്നെ പ്രിയപ്പെട്ട അനിൽകുമാർ അയ്യപ്പനും തമ്മിൽ തിരുവനന്തപുരത്ത് YMCA ഹാളിൽ വെച്ച് നടത്തിയതായിട്ടുള്ള സ്നേഹ സംവാദത്തെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ 2 സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തത്. പ്രിയപ്പെട്ട അനിൽകുമാർ അയ്യപ്പൻ വിവരിച്ചായിട്ടുള്ള വിവരണങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു അല്ല ഖുറാനിലെ ഈസ എന്നും, അല്ല ഖുറാനിലെ ഈസ തന്നെയാണ് ബൈബിളിലെ യേശുക്രിസ്തു എന്ന് പ്രിയപ്പെട്ട രാഹുലും സമർത്ഥിക്കാനായിട്ടാണ് ശ്രമിച്ചത്. ഈ വിഷയത്തിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം കുറച്ച് വിവരണമായി തന്നെ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് പറയുകയും ആദ്യത്തെ 2 സെഷനിൽ 2 എപ്പിസോഡിൽ ഞാൻ അതിൻ്റെ വിവരണങ്ങൾ തരികയും ചെയ്ത്. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തു, ബൈബിളിലെ യേശുക്രിസ്തു എന്ന് പറയുന്നത് ഫിലോളജിക്കലി അല്ലെങ്കിൽ ഭാഷാശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസം, ആ വ്യത്യാസത്തെക്കുറിച്ച് കൃത്യമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞത് ജീനിയോളജിക്കൽ വ്യത്യാസം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിലെ വ്യത്യാസത്തെക്കുറിച്ച് പങ്കുവെക്കുകയുണ്ടായി. അതിൽ തന്നെ ഞാൻ പങ്കുവെക്കുകയുണ്ടായി ഗോത്രത്തിൻ്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ അത് കേട്ടതായിട്ടുള്ള നിങ്ങൾ പലരും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസ് ഇട്ടു. എൻ്റെ മുസ്ലിം സഹോദരന്മാർ പലരും അതിനകത്ത് നല്ല അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചില ആളുകൾ രാഹുൽ പറഞ്ഞല്ലേ ശരി എന്ന് ചോദിക്കുകയും ചെയ്തു. ചില ആളുകൾക്ക് അതിൻ്റെ ഒരു വിവരണം ഒരിക്കലൂടെ കൊടുക്കണമെന്ന് പങ്കുവെക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 കാര്യങ്ങൾ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ 4ാമത്തെ വിഷയത്തിലേക്ക് ഇന്ന് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെ കുറിച്ചാണ്. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ഏത് ഗോത്രത്തിൽ ജനിച്ചു എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാവീദിന്റെ ഗോത്രം എന്നുള്ള ആ ആലങ്കാരിക പദം അത് ശരിക്കും യഹൂദ ഗോത്രത്തെ കാണിക്കുന്നതാണെന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ആ ഈസ ജനിച്ചിരിക്കുന്നത് അഹറൂന്റെ ഗോത്രത്തിലാണ്. അഹറൂൻ എന്ന് പറയുന്നത് ശരിക്കും ലേവി ഗോത്രമാണ്. അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസാക്കിന്റെ മകനായിരിക്കുന്ന യാക്കോബ്, ആ യാക്കോബിന്റെ 12 മക്കളുടെ പേരുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങൾ വന്നിരിക്കുന്നത്. ഇസ്മായിലിന്റെ 12 ഗോത്രം വേറെയുണ്ട്, അത് പിന്നീട് ഒരു എപ്പിസോഡിൽ ഞാൻ പറയുന്നതായിരിക്കും. യാക്കോബിന്റെ 12 ഗോത്രങ്ങളിൽ യഹൂദ ഗോത്രം എന്ന് പറയുന്നത് ശരിക്കും അവര് രാജകീയ ഗോത്രമാണ്, റോയൽ ട്രൈബ്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഭരണം നടത്തിയ യഹൂദന്മാരുടെ ഇടയിലെ രാജ്യഭരണം അവർക്കുള്ളതാണ്. എന്നാൽ ലേവി ഗോത്രമാകട്ടെ അവര് പുരോഹിത ഗണത്തിൽ ഉൾപ്പെട്ടവരാണ്. അതിൽ തന്നെ അഹരോനാണ് അല്ലെങ്കിൽ അഹറൂനാണ് യഹൂദന്മാരിലെ ആദ്യത്തെ മഹാപുരോഹിതൻ. ഇത്രയും കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അത് നിങ്ങൾക്ക് ബോധ്യമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടെ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിവരണം നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയും. എന്നാൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസയെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഖുറാനിൽ ഈസയുടെ ജനനത്തെക്കുറിച്ച് 3 വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. മറിയയുടെ ഗർഭധാരണത്തെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതും അതേപോലെ വിശുദ്ധ കന്യാമാതാവിൻ്റെ ഗർഭധാരണത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ സൂറ അലും ഇമ്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ അധ്യായത്തിന്റെ അതിന്റെ 35-36 ആയത്തുകളിൽ ഇമ്രാന്റെ മകളായിട്ടാണ് ഈസയുടെ മാതാവിനെ പറയുന്നത്. ഇമ്രാന്റെ മകൾ. ഇമ്രാൻ എന്ന് പറഞ്ഞ ആരാണ്? അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈബിളിൽ തന്നെ പരതണം, അല്ലാതെ നമുക്ക് ഖുറാനികമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഖുറാൻ അതിന്റെ വിവരണമില്ല. ഇമ്രാൻ എന്ന് പറയുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അമ്രാന്റെ പേരാണ്. അമ്രാൻ അതാരാണ്? ആ അമ്രാമിന് 3 മക്കളെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 6ാം അധ്യായത്തിൽ 20ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അവിടെ മോശ അല്ലെങ്കിൽ മൂസയും അഹറൂനും അഹറൂന്റെ സഹോദരിയായിരിക്കുന്ന അല്ലെങ്കിൽ മൂസയുടെയും അഹറൂന്റെയും സഹോദരിയും ഇമ്രാന്റെ മകളുമായിരിക്കുന്ന മിറിയത്തെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ ആ മിറിയത്തെ കുറിച്ചാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ യേശുവിൻ്റെ മാതാവായിരിക്കുന്ന വിശുദ്ധ കന്യാ മാതാവിനെ കുറിച്ചല്ല, മറിയത്തെ കുറിച്ചല്ല. അതാണ് അടിസ്ഥാനപരമായിട്ട് മറ്റൊരു വ്യത്യാസം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 3 വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തു അല്ല ഖുറാനിലെ ഈസ എന്ന്. 4ാമത്തെ വ്യത്യാസം അത് നമുക്ക് മനസ്സിലാക്കാം. സൂറ അലും ഇമ്രാനിലും അതേപോലെ തന്നെ സൂറ മറിയത്തിലും അതേപോലെ തന്നെ സൂറ അത്തൈരിയിലും. അത്തൈരി എന്ന് പറയുന്നത് 66ാമത്തെ അധ്യായം, അതിന്റെ 12ാം ആയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും.
ഇവിടെ സൂറ അത്തഹരീൽ പറയുന്ന മറിയത്തെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്ന ബ്രാക്കറ്റിൽ, അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മിറിയം എന്ന് പറയുന്നത് ഇമ്രാന്റെ മകളും അതോടൊപ്പം തന്നെ അഹറൂന്റെ സഹോദരിയും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എൻ്റെ ആ വീഡിയോയുടെ കമന്റ്സ് എഴുതിയപ്പോൾ ചില ആളുകൾ സഹോദരങ്ങളെ, ചില മുസ്ലിം സഹോദരങ്ങൾ എഴുതുകയുണ്ടായി, അച്ഛാ അത് അന്നത്തെ കാലത്ത് മുതിർന്ന ആളുകളെ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളെ ജീനിയോളജിയിൽ പറയുന്ന സമയത്ത് അവരുടെ പേരുകളൊക്കെ കുറെ കാലഘട്ടം കഴിഞ്ഞിട്ടാണെങ്കിലും അവരുടെ മക്കൾ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ യഹൂദ ഗോത്രത്തിൽ ഉൾപ്പെട്ട ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്. അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ദാവീദിന്റെ വംശാവലിയിലാണ് യേശു ക്രിസ്തു ജനിച്ചതെന്ന് പറയുമ്പോൾ ദാവീദിന്റെ മകൻ എന്നോട് പറയുന്നുണ്ട്. ജഡപ്രകാരം ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ചവൻ എന്ന് വളരെ കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ ഇമ്രാന്റെ മകളും അഹറൂന്റെ സഹോദരിയും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മിറിയം ഉണ്ടായിരുന്നു. അത് ബൈബിൾ സാക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അത് ഒരുപാട് നൂറ്റാണ്ടുകളുടെ, ഏകദേശം ഒരു സഹസ്രാബ്ദത്തെക്കാൾ കൂടുതലുള്ള വ്യത്യാസം അവിടെ ഉണ്ട്. ഖുറാനിൽ ഈ കഥാപാത്രങ്ങൾ എടുത്ത് എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം, തെറ്റുകളാണ് അവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായില്ലേ? ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മിറിയം അല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ കന്യക മാതാവ്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട രാഹുലീശ്വര് അത് മനസ്സിലാക്കിയാൽ ഈ ആർഗ്യുമെന്റ്സിന് പിന്നെ യാതൊരു വിധത്തിലുള്ള വാദം ഒരു പോയിന്റും ഇല്ല. അപ്പൊ ഇത് മനസ്സിലാക്കണം. ഇനി നമ്മള് മറിയയുടെ ഗർഭധാരണത്തെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വിശുദ്ധ ബൈബിളിൽ മാതാവിന്റെ ഗർഭധാരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും നമുക്ക് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. അതിന് ആദ്യമായിട്ട് ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്നാണ് എടുക്കുന്നത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ ഗബ്രിയേൽ ദൂതൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാലാഖയാണ്. അവിടെ പറയുന്ന, അപ്പുറത്ത് പറയുന്ന അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ജിബ്രിയേൽ അല്ല ഈ ഗബ്രിയേൽ. അത് മനസ്സിലാക്കണം. ഗബ്രിയേലും ജിബ്രിയേലും രണ്ടാണ്, രണ്ട് കഥാപാത്രങ്ങളാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. കാരണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കഥാപാത്രങ്ങളും സാമ്യമായി നമുക്ക് തോന്നിയാലും എൻ്റെ ഡിഫറൻ്റ് ആണ്, വ്യത്യസ്തരാണ് പൂർണ്ണമായി. അതാണ് ഞാൻ ഈ പറഞ്ഞ് സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അത് വെറുതെ പറയുന്നതല്ല, ഊഹാഭോഗങ്ങളിൽ പറയുന്നതല്ല, എന്തെങ്കിലും ഒരു അമർഷം ഉള്ളതുകൊണ്ടും പറയുന്നതല്ല. നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്നായിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒന്നല്ല എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ വേർകൃത്യം മനസ്സിലാക്കേണ്ടത്. കാരണം സത്യം നമ്മൾ അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നാണ് യശൂഹൽ മശീഹ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യശൂഹൽ മശീഹിൽ നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ യശൂഹൽ മശീഹ് പറഞ്ഞിരിക്കുന്നത് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ സത്യം അറിയണം. അതുകൊണ്ട് ഗബ്രിയേലും ജിബ്രിയേലും രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഇനി ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ ഗബ്രിയേൽ വന്നിട്ട് എന്താണ് കന്യക മാതാവിനോട് പറയുന്നത് എന്താണെന്നുള്ളത് അവിടെ വായിച്ചാൽ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ആത്മാവ് നിന്റെ മേൽ നിഴലിടും, അങ്ങനെ ഉത്ഭവിക്കപ്പെടുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. വളരെ ക്ലിയർ ആണല്ലോ. അപ്പൊ രാഹുലീശ്വര് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായവും അതേപോലെ തന്നെ 2-ാമത്തെ ഭാഗമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 25 വരെയുള്ള ഭാഗം കൂടെ വായിക്കണം. ഇത് രണ്ടും കൂടെ ഒന്ന് വായിച്ചു കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നത്, അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കാണപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ യേശു ക്രിസ്തു ഗർഭം ധരിച്ചത്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ ഗർഭം ധരിച്ചത് വിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഉൽപ്പാദിതനായിട്ടുള്ള യേശു ക്രിസ്തു അല്ല, ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന മിറിയത്തിന്റെ മകനായിരിക്കുന്ന ഈസ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത്ഭുതകരമായ കന്യകാ ഗർഭമാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഖുറാനിലെ വിവരണങ്ങൾ, അതാണ് നമ്മൾ അടുത്തായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. സൂറ 19 17 മുതൽ 19 വരെയുള്ള ആയത്തുകളിൽ അവിടെ ജിബ്രിയേൽ അല്ലെങ്കിൽ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇനി സൂറ 19 20 ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല എന്ന് മറിയം അവിടെ പറയുന്നു. ഇനി സൂറ അൽ-തഹരി 66 12
ഞാൻ നേരത്തെ വായിച്ചു. നാം നമ്മുടെ ചൈതന്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് അവളുടെ ഫ്രിഡ്ജിലേക്ക് ഊതി, അങ്ങനെ ഈസ ഉൽപാദിതമായി. വ്യത്യാസം മനസ്സിലായോ? ഇനി വീണ്ടും നമ്മൾ മറ്റൊരു ഭാഗത്ത് കാണുന്നത് പല മലക്കുകൾ, ഒന്നിൽ കൂടുതൽ മലക്കുകൾ മനുഷ്യരൂപത്തിൽ മറിയത്തിന് പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ ഈസ ഉൽപാദിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ വിശുദ്ധ ബൈബിളിന് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അപ്പം 3 കാര്യങ്ങളാണ് ഇവിടുത്തെ വ്യത്യാസമായിട്ട് പറയുന്നത്. ഒന്ന്, ജിബ്രിയേൽ തികഞ്ഞ ആൺരൂപത്തിൽ വന്ന് മറിയെ ഗർഭിണിയാക്കിയെന്ന് സൂറ 19:22 പറയുന്നു. അൽ-ഇമ്രാനിൽ 45 ആയത്തിൽ മലക്കുകൾ വന്ന് കലിമ ഇട്ടുകൊടുത്തുകൊണ്ട് ഈസായെ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറയുന്നു. കലിമ എന്ന് പറഞ്ഞ വചനം ഇട്ടുകൊടുത്തുകൊണ്ട്. 3, അൽ-തഹരിയിൽ അല്ലെങ്കിൽ 66:12 അല്ലാഹു മറിയത്തിന്റെ ഗുഹ്യഭാഗത്തെ ഊതിയിട്ടാണ് ഈസ ഉരുവാക്കപ്പെട്ടതെന്ന് പറയുന്നു. അപ്പൊ ഈ 3 വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളാണ് ഈസായുടെ ജനനത്തെക്കുറിച്ച് ഖുറാനിൽ പറയുന്നത്. നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നിട്ട് പറയണം ഈസ ഉരുവാക്കപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ ജിബ്രിയേൽ തികഞ്ഞ ആൾ രൂപത്തിൽ വന്നിട്ടാണെന്ന് പറയണം, അങ്ങനെ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ടായതാണെന്ന് പറയണം. അവിടെ ഒരു വാക്കും കൂടെ ഉപയോഗിക്കുന്നുണ്ട്, കാര്യം അങ്ങനെ സാധിച്ചു എന്ന്. അത് വിശുദ്ധ ബൈബിളിൽ അംഗീകരിക്കാനേ കഴിയുകയില്ല. രണ്ടാമത്തത്, മലക്കുകൾ വന്നിട്ട് കലിമയിട്ട് കൊടുത്തിട്ടാണെന്ന് പറയുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ പറയണം. 3, അള്ളാഹു ഗുഹ്യഭാഗത്ത് ഊതിയിട്ടാണ് ഉണ്ടായത് ഈസ എന്ന് പറയുന്നു, ഈസ ഉണ്ടായത് എന്ന് പറയുന്നു. ഇതിലേതാണ് ശരിയെന്ന് ഖുറാനികമായിട്ട് നിങ്ങൾ തന്നെ പറയുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈസ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ അല്ല. രാഹുലെ, വളരെ കൃത്യമായിട്ട് ഞാൻ അത് തെളിയിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയട്ടെ. രാഹുൽ ഈശ്വര വളരെ മിടുക്കനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമാണെന്നുള്ളത് അറിയാമല്ലോ. നമ്മൾ തമ്മിൽ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ രാഹുലിന്റെ വീട്ടിൽ വന്നപ്പോൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ എന്ന് പറയുന്ന മറ്റൊരാള് നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ പ്രഗത്ഭനായ മറ്റൊരു രാഹുലുണ്ട്. എന്റെ വിചാരം ശരിയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ജില്ലക്കാരാണ്, രണ്ടുപേരും കോൺഗ്രസ്സുകാരുമാണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. രാഹുൽ ഈശ്വരും പറഞ്ഞിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടവും കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണല്ലോ മത്സരിച്ച് ജയിക്കുകയൊക്കെ ചെയ്തത്. കുറെ സാമ്യങ്ങൾ നിങ്ങൾ തമ്മിലുണ്ട്, പേരുകൊണ്ട് സാമ്യമുണ്ട്, നിങ്ങൾ സവർണരാണെന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമ്യങ്ങൾ. പാർട്ടി ഒന്നാണ്, നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും ഡിബേറ്റിനൊക്കെ വന്നു കഴിഞ്ഞാൽ ആരെയും പറഞ്ഞ് ഫലിപ്പിക്കാനും നിങ്ങളുടെ ഐഡിയ പറഞ്ഞ് ഫലിപ്പിക്കാനും ഒക്കെ ഒരുപാട് കഴിവുകളുണ്ട്. രണ്ടുപേരും രാഹുൽ എന്നുള്ള പേരുമുള്ളവരാണ്. ഒരു 600 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു തൃശ്ശൂർ ജില്ലക്കാരൻ, നിങ്ങൾ രണ്ടുപേരും പത്തനംതിട്ട ജില്ലക്കാരാണ്, തൃശ്ശൂർ ജില്ലക്കാരൻ ഒരു ആർട്ടിക്കിൾ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രവചനം എഴുതുകയാണ്. ആ പ്രവചനത്തിൽ പറയുകയാണ്, രാഹുൽ എന്ന് പറയുന്ന രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന രാഹുലും രണ്ടും ഒരാളാണ്. രാഹുലെ, ഇതിനകത്ത് എന്ത് ലോജിക്കാ ഉള്ളത്? ഇതിനകത്ത് അങ്ങനെ ഒരാൾ എഴുതിയാൽ അത് അംഗീകരിക്കണമെന്നാണോ രാഹുൽ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും 2 കുടുംബത്തിൽ ജനിച്ചവരാണ്, 2 ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്, 2 വ്യക്തിത്വങ്ങളാണ്. പക്ഷേ പേരുകൊണ്ട് സാമ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഈസയെയും യേശുവിനെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒന്നിക്കുകയല്ല, 2 വ്യക്തിത്വങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞ താരതമ്യത്തിൽ രാഹുൽ ഈശ്വറിനോ രാഹുൽ മാങ്കൂട്ടത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്, രണ്ടുപേരോടും എനിക്ക് വളരെ സ്നേഹമുണ്ട്. എന്നാൽ ഈ രണ്ടുപേരും ഒന്നല്ല, 2 വ്യക്തിത്വങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു ഉദാഹരണമാണ്. അപ്പൊ യേശു ക്രിസ്തുവും ഈസയും 2 വ്യക്തിത്വങ്ങളാണെന്ന് ഇതിനാൽ ഞാൻ കൃത്യമായി 4 തെളിവുകൾ കൊണ്ട് പറഞ്ഞു. ഇനി 5-ാമത്തേലേക്ക് നമ്മൾ പോകുന്നിടം വരെയും നന്ദി, നമസ്കാരം.